ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് രാവിലെ എണീക്കാൻ ഒരുപാട് താമസിച്ചു കേട്ടോ. കാരണം ഒരു 11:58 കഴിഞ്ഞപ്പോൾ ഞാൻ എണീക്കുന്നത് 12 മണിയായി ഏകദേശം. പിന്നെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ദാണ്ടേ ഇന്നലെ വെട്ടി വെച്ച ചക്ക ഇരിക്കുന്നു. പിന്നെ മഴയാണ് രാവിലെ. ചോറുണ്ണണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആ വൈഫ് അവിടെ പാത്രമൊക്കെ കഴുകി എൻ്റെ ചോറൊക്കെ എടുത്ത് തരിക. പുള്ളിക്കാരിക്ക് ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര നാണം കേട്ടോ. ഉണ്ടെങ്കിൽ തലയൊക്കെ ചരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചോറെടുത്ത് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലോ നമ്മുടെ കണ്ണാപ്പിക്ക് വയ്യായിട്ട് 2-3 ദിവസമായിട്ട് നല്ല പനിയാണ്. അപ്പോൾ പിന്നെ ഞാൻ വേണ്ടേ പെട്ടെന്ന് ഇച്ചിരി ചോറൊക്കെ കൊണ്ടു അവനും കൊടുത്തു. പിന്നെ വേണ്ട ഇതാണ് നമ്മുടെ ഇന്നത്തെ ചക്ക പറിക്കാൻ പോട്ടെന്ന്. ചക്ക ഇവനാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ മുകളിലേക്ക് കയറി പോണ വഴി ഇച്ചിരി ദുർഘടമാണ്. കുറച്ച് കട്ടയും സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ വഴി കയറി പോവാം. അവിടെ എണീക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളാണ്ടത് ചേട്ടായി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ മുകളിൽ പോയി എങ്ങനെയെങ്കിലും ആ ചക്കയെ കരസ്ഥമാക്കണം നോക്കുമ്പോൾ ചാമ്പങ്ങ വിളഞ്ഞ് കിടക്കുക, നല്ല ചാമ്പങ്ങ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷികൾക്കൊക്കെ നല്ല നല്ല വിളവുണ്ടാവും, നല്ല രസമാണ് ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ. തണുപ്പും അറിയാനും പക്ഷേ ഇവിടെ ഇറങ്ങിപ്പോക്ക് ഇച്ചിരി പാടാട്ടോ, നല്ല ബുദ്ധിമുട്ടാണ് ഇറങ്ങിപ്പോവാൻ. കാരണം അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ചക്ക പറിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാവിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നു. താഴെ 2 ചക്കയുണ്ട്, അത് മൂത്തിട്ടില്ല. അതിനപ്പുറത്ത് നിൽക്കുന്ന കിടക്കുന്നവനാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് ചക്ക കറക്റ്റായിട്ട് കാണാം കേട്ടോ. എന്നിട്ട് ചക്ക പറിച്ച് താഴെ ഇട്ടു. അപ്പോൾ പറിച്ചു കൊണ്ടുവന്ന് താഴെ നല്ലൊരു മൂത്ത പോലെയൊക്കെ തോന്നി. പക്ഷേ ഇവിടുത്തെ ഇന്ന് നമ്മൾ പറിച്ച ചക്കയുടെ ചുളയുടെ തന്നെ എന്നിട്ട് വെള്ളച്ചോളയുടെ കേട്ടോ വരുന്നത്, വെള്ളച്ചോളയായിട്ട്. അപ്പോൾ വറുക്കാനുള്ളൊരു സെറ്റപ്പിലൊക്കെയാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 ഇങ്ങനെ കൊത്തി എടുത്തു നോക്കി. അപ്പോൾ പിന്നെ അവസാനം ഞാനും ഇങ്ങനെ ചുമ്മാ ഇരിക്കുമല്ലോ. അപ്പോൾ അമ്മ ഒരു പീസ് ചെറുതായിട്ട് എടുത്ത് വെച്ച് എനിക്ക് ഇങ്ങനെ നീട്ടി. അപ്പോൾ അത് ഞാനതങ്ങ് കഴിച്ചു. അപ്പോൾ പിന്നെ വൈകിട്ടായി, കുളിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ വന്നിരുന്നപ്പോഴത്തേക്കും കണ്ണാപ്പി എൻ്റെ അടുത്ത് വന്ന്. അവനാണ് ഭയങ്കര ഉറക്കം എപ്പോഴും, നല്ല ക്ഷീണം വയ്യാത്തതുകൊണ്ട്. പിന്നെ കുഞ്ഞിനെ ഇങ്ങനെ കുറച്ച് നേരം മടിയിലിരുത്തി അവനെ ഇങ്ങനെ കൊഞ്ചിച്ചു. കയ്യിലിരുത്തി കഴിഞ്ഞാൽ പാടെ ഇരുന്നങ്ങ് ഉറങ്ങും. അവന് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. അപ്പോൾ അവനിപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് ആളിങ്ങനെ ഇരിക്കണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. ഓക്കേ.